കേരളത്തിൽ ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഒരു പ്രധാന പ്രശ്നം, ഞാൻ അതിനെ പ്രശ്നം എന്ന് തന്നെ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ വളരെ എന്താ പറയുക, ചെറിയ കാര്യങ്ങളിൽ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവും. ഇപ്പോൾ ഒരിക്കലും കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കേരളത്തിൽ ഇപ്പം പത്രങ്ങളിലൊക്കെ കത്തി നിൽക്കുന്ന വിഷയങ്ങൾ, മീഡിയകളിൽ കത്തി നിൽക്കുന്ന വിഷയങ്ങൾ ഒരിക്കലും കോമൺ മാൻ്റെ പ്രശ്നമൊന്നുമല്ല. അപ്പോൾ അതിന് ബെസ്റ്റ് എക്സാമ്പിൾ പറയാം, ഇപ്പോൾ സോളാർ കേസ് ഉണ്ടായിരുന്നു, ഭയങ്കര വിവാദമായിട്ടുള്ളൊരു വിഷയമാണ്. എത്ര സാധാരണക്കാർക്ക് അതിൽ പൈസ പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും പൈസ പോയിട്ടില്ല. പക്ഷെ എല്ലാ സാധാരണക്കാരൻ്റെയും വലിയ ഒരു ശതമാനം അറ്റൻഷൻ മീഡിയകളിലൂടെ ആ സബ്ജക്റ്റ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അത് എത്ര ചെറിയ കേസാണെന്നറിയോ? അതായത് എല്ലാം കൂടി കൂട്ടുമ്പോൾ 10-20 കോടിയുടെ കേസാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എമൗണ്ടേ അല്ല. ഞാൻ പറയുന്നത് ആസ് എ കേരളം, ആസ് എ ബിഗ് 3.5 കോടി ജനങ്ങളുള്ള ഒരു സ്ഥലത്തെ കാര്യം പറയുന്നത്. പക്ഷെ നമ്മൾ ആ മീഡിയ അറ്റൻഷൻ, ഇതിന്റെ മേലെയുള്ള പബ്ലിക് ഡിസ്കോഴ്സ്, ഇതൊക്കെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള വേറെ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കായിരുന്നു. ഇനി വേണ്ട, ഇനി നമ്മൾ ഇതിന് കുറച്ചു കാലം മുന്നേ നടന്നതല്ലേ, ഇപ്പൊ കേരളം നന്നായിട്ടുണ്ടാവും എന്ന് തന്നെ വിചാരിക്കാം. 2025 തുടങ്ങിയിട്ട് ഇത് 2-2.5 മാസം കഴിഞ്ഞു. കേരളത്തിലെ പ്രധാനപ്പെട്ട ചർച്ചകൾ എന്തൊക്കെയായിരുന്നു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ അടുത്ത ലെസൺസ് കിട്ടും. അതായത് നമ്മൾ ടൂ മച്ച് ഡിസ്ട്രാക്റ്റഡ് ആണ്. എന്നിട്ട് നമ്മൾ പിന്നെന്ത് പറയും, രാഷ്ട്രീയക്കാർ ശരിയില്ല. അല്ല, നമ്മളാണ് ശരിയില്ലാത്തത്.